Hello guys, welcome back to my channel Shining World with Aisha. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ന്യൂ ഇയർ സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എവിടെയാണ് എന്താണ് പ്രോഗ്രാം എന്നൊക്കെ നമുക്ക് വഴിയെ കാണാവേ. ഞാൻ ഈയിടെയായിട്ട് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഫസ്റ്റ് തന്നെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കഴിച്ചിട്ടോ അല്ലെങ്കിൽ ചായയൊക്കെ കുടിച്ചിട്ടോ ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പോൾ ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കിൻഡറിൻ്റെ 2 ഐറ്റം മിഠായി കഴിച്ചിട്ടാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു, നല്ല അടിപൊളി മിഠായിയാണേ. വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നത് പറയുകയാണെങ്കിൽ ഒരു 8 മണി 8:30 ഒക്കെ ആയിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ 8:30 ഇറങ്ങി. ഞങ്ങൾ നന്നായിട്ട് പാട്ടൊക്കെ ഇട്ട് എൻജോയ് ചെയ്തിട്ടാട്ടോ പോയിരുന്നത്. ഏതായാലും നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോകല്ലേ, എൻജോയ്മെൻറ്റ്സിനൊന്നും ഒരു കുറവ് വേണ്ട വിചാരിച്ചിട്ടോ. അപ്പോൾ അത് നിങ്ങൾ കാണുന്നില്ല, ഒരുപാട് ലൈറ്റ്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ എങ്ങോട്ടാട്ടോ പോകുന്നത്? കോർഫുഖാൻ ബീച്ചിലേക്കാട്ടോ നമ്മൾ പോകുന്നത്. അവിടെ 12 മണിക്ക് നല്ലൊരു വെടിക്കെട്ടുണ്ടെന്ന് കേട്ടു, അത് കാണാനാണ് നമ്മൾ പോകുന്നത്. വെടിക്കെട്ട് കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരിക്കും. മിസ് ചെയ്യരുത്. ന്യൂ ഇയർ വിശേഷം കാണാം, കമാൺ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പോകുന്നത് ബീച്ചിൻ്റെ സൈഡിലായിട്ട് ഒരു പാർക്കുണ്ട്, കുറച്ച് റൈഡ്സൊക്കെ ഉള്ളൊരു പാർക്കുണ്ട് കേട്ടോ, അങ്ങോട്ടാട്ടോ. അപ്പോഴത്തേ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്നത് എനിക്കൊക്കെ കളിക്കാൻ പറ്റിയ, അതായത് എനിക്കും അനിയനക്കൊക്കെ കളിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു റൈഡാണ്. ഞാനും അനിയനും അതിൽ കയറി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അനിയൻ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ, കാരണം അവൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഡ്രൈവിംഗ് ഒക്കെയാണ്. പിന്നെ ഞങ്ങൾ അറബി നാട്ടിലത്തെ ഒരുപാട് കുട്ടികളുടെ കൂടെ ഞങ്ങൾ എൻജോയ് ചെയ്യുകയാണേ. സാധാരണ ഞങ്ങൾ എങ്ങോട്ട് പോയാലും ഇങ്ങനത്തെ റൈഡ്സിൽ കയറുമെങ്കിലും ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ നേരെ അങ്ങോട്ട് നടന്നിങ്ങനെ പോകുമ്പോൾ ഫുള്ളായിട്ട് ലൈറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ ന്യൂ ഇയറിനായിട്ട് ആ ഒരു ബീച്ചിൻ്റെ ഏരിയ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഐറ്റംസും അവിടെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ വലിയവർക്ക് കണ്ട് ആസ്വദിച്ച് നിൽക്കാൻ പറ്റിയ ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ. അതിലൊന്നാണ് ഇത്. അനിയൻ ഇത് ഓരോ റൈഡ്സിൽ കയറി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും അവിടുന്ന് ആ പ്രോഗ്രാമൊക്കെ കണ്ടു. അനിയൻ്റെ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ അവിടുന്ന് വീണ്ടും നടന്നു കേട്ടോ. ഇവിടെ നമുക്ക് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. കോർഫുഖാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗെയിം കണ്ട് നിൽക്കാൻ തന്നെ നല്ല എക്സൈറ്റ് ചെയ്യുന്നു കേട്ടോ. അനിയന് കയറണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടെ അധികം നേരം ഞങ്ങൾ നിന്നില്ല. പക്ഷെ നല്ല രസമുണ്ട് അത് കാണാൻ. കാരണം എന്താ വെച്ചാൽ ആ കുട്ടികൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് അതിന് ട്രൈ ചെയ്യുന്നത്. അത് നമ്മൾ ചാടിയിട്ട് മേലോട്ട് പോയാൽ പിന്നെ താഴേക്ക് വരെങ്കിൽ നമ്മൾ അത്ര എഫേർട്ട് എടുക്കണം.
പിന്നെ അവിടെ ഒന്നുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവം പറയും, നമുക്ക് എല്ലാവർക്കും നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു രീതിയിൽ അവർ ഇവിടുത്തെ ഫ്ലാഗ് എന്ത് ചെയ്തിട്ടുണ്ട്, ലൈറ്റൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടി നടന്നിട്ട് അവിടെ ഒരു സ്ഥലത്ത് വന്ന് ഇരുന്നു കേട്ടോ. അവിടെ ചെറുതായിട്ട് കുട്ടിയൊക്കെ കളിക്കാൻ പറ്റിയ ഒരു വാട്ടർഫോൾ ഉണ്ടായിരുന്നു. അവിടെ അനിയനും പോയി കളിച്ചു. കുറേ നേരം അവിടുത്തെ കുട്ടികളുടെ കൂടെയൊക്കെ കളിച്ച് ഇരുന്നു കേട്ടോ. കുറച്ച് നേരം അവൻ കളിച്ചതിന് ശേഷം എന്ത് ചെയ്തു, നേരെ വന്ന് അവിടെ ഇരുന്നതിന് ശേഷം ചിപ്സും വെള്ളമൊക്കെ കുടിച്ച് അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ അവിടെ കളിക്കാൻ പോയില്ല. അപ്പോഴേക്കും ടൈം ഒരു 11:30 എടുത്തു. അപ്പോൾ ഫുള്ളായിട്ട് ആൾക്കാരുകൊണ്ട് അവിടെ നിറഞ്ഞിട്ടോ. ഒത്തിരി ആൾക്കാർ അവിടെ വന്നു. കാരണം ആ ഒരു പ്രോഗ്രാം കാണാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നേ. അപ്പോൾ അതേ ടൈം 11:56 ഒത്തിരി ആൾക്കാരുകൊണ്ട് നിറഞ്ഞു. ആദ്യത്തേനേക്കാൾ ഒരുപാട് ആൾക്കാർ വന്ന് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രോഗ്രാം സ്റ്റാർട്ട് ആവാറാവുന്നുണ്ട് കേട്ടോ. 3, 2, 1.
കറക്റ്റ് 10 മിനിറ്റ് ആയിരുന്നു കേട്ടോ പ്രോഗ്രാം. 12:00 മുതൽ 12:10 വരെയായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു കേട്ടോ. അപ്പോൾ അതേ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ട്. ഞാനും വീട്ടിലേക്ക് പോവുകയാണേ. എൻ്റെ ലൈഫിൽ ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് തന്നതിൽ ഞാൻ അള്ളാഹുവിനോട് സ്തുതി പറയുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഇത്രയും വലിയൊരു ക്രൗഡ് ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഒത്തിരി കാറുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ കണ്ടിട്ട് ഞാൻ അന്തം വിട്ടുപോയി. അപ്പോൾ നമ്മൾ പുറത്ത് വന്നിട്ട് പിന്നെ മാത്രമല്ല 12 മണിയൊക്കെ കഴിഞ്ഞിട്ടും നമ്മൾ നേരെ വീട്ടിൽ പോയാൽ ശരിയല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്തു, നേരെ ഒരു ഹോട്ടലിൽ കിട്ടും. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ നേരെ വീട്ടിൽ പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ആൻഡ് വൺസ് അഗെയിൻ ഹാപ്പി ന്യൂ ഇയർ.